ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു 2 ദിവസം മുമ്പ് ഇന്നത്തെ തീയതി എന്ന് പറയുന്നത് തീയതി 10th March 2026. 2 ദിവസം മുമ്പ് 8th March 2026 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. പക്ഷേ അന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഗൈസ്. അന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അതെ, 2026 March 8-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. സോ ഒരു വനിതാ ദിനത്തിൽ ജനിച്ച ഒരു പുരുഷന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാവുക? ഓക്കെ, ഞാൻ പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ മാത്രമല്ല അങ്ങനെയുള്ളത്, ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞു. ബൈ ദ വേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, കുറച്ച് ചെറിയൊരു ഷിഫ്റ്റ് നടന്നതിൻ്റെയാണ്. ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, സോ ദാറ്റ്സ് മൈ പോയിൻറ്റ്. എ മെൻസ് ടേക്ക് ഓൺ അല്ലല്ല, അത് കറക്റ്റല്ല. ഇംഗ്ലീഷ് പറഞ്ഞ് തെറ്റിച്ചാൽ നടക്കേണ്ട, വേണ്ട. ഒപ്പീനിയൻ ഓഫ് എ മാൻ ഹു വാസ് ബോൺ ഓൺ വുമൻസ് ഡേ. ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ ദിനം മാത്രമല്ല ഞാൻ ജനിച്ച സമയത്തുണ്ടായിരുന്നത്. March 8, 2001 രാവിലെയാണ് ഞാൻ ജനിച്ചത്. അന്ന് ചോറ്റാനിക്കര മകമായിരുന്നു, ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ഗൈസ്. ഇപ്പോഴും എൻ്റെ പിറന്നാളെന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് തന്നെ കേട്ടോ. അതെനിക്കറിയില്ല, എൻ്റെ പിറന്നാളിനാണ്, ഈ വർഷത്തെ എൻ്റെ പിറന്നാളിന് 40 ലക്ഷം പേരാണ് പായസം ഉണ്ടാക്കിയത്. അടുത്ത വർഷം 50 ലക്ഷം ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബാക്ക്. ചോറ്റാനിക്കര മകമാണ് നാളെ. എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ടെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഒരു കണക്കിന് അത് ഭയങ്കര സത്യമാണ്. ദേഷ്യം ഭയങ്കരമാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. എൻ്റെ പുതിയ ഹെയർ കട്ട് അത് കാണിക്കാനാണെന്ന് തോന്നുന്നു. ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ആവും. ഓക്കെ, പിന്നെ ഈ വനിതാ ദിനത്തിൽ ജനിച്ച പുരുഷന് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ മാർച്ചിലൊക്കെ എക്സാം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, മുട്ടായി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ കൊച്ചിയിൽ ഭയങ്കര ആത്മാർത്ഥത കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയി മുട്ടായി കൊടുക്കും. അപ്പോൾ അതൊന്നും പിന്നെ വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. ശരി, കോളേജിലൊന്നും പിന്നെ നമ്മൾ കോളേജൊക്കെ മാർച്ചിൽ കാണും കേട്ടോ. ഹോളിയൊക്കെ ഏകദേശം എൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് ഹോളിയൊക്കെ. അപ്പം ഞാൻ PG പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, അന്ന് വനിതാ ദിനം, PG ഫസ്റ്റ് ഇയറിലാണ് വനിതാ ദിനം, അതേപോലെ ഹോളി ഒക്കെ ആഘോഷിച്ചു. അപ്പം എൻ്റെ ബർത്ത്ഡേ ഭയങ്കര കളർഫുള്ളായിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു. ഗുഡ് ഓൾഡ് മെമ്മറീസ്. പക്ഷേ ഈ വുമൻസ് ഡേയിൽ ജനിച്ച ഒരു പുരുഷൻ. പിന്നെ എൻ്റെ SSLC എക്സാം March 8-നായിരുന്നു. 2017 March 8-നായിരുന്നു എൻ്റെ SSLC എക്സാം. അപ്പോൾ അത് ഫസ്റ്റ് ഡേ എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ ഫസ്റ്റ് ഡേ എക്സാം എഴുതിയത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് A+ ഒക്കെ ഉണ്ടായിരുന്നു. വനിതാ ദിനത്തിൽ ജനിച്ച ഒരു പുരുഷൻ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതെ, പിന്നെ ഒരു കൗതുകമുണ്ടാവും ചില ആൾക്കാർക്കൊക്കെ. കൃത്യം ആ ഡേയിൽ തന്നെ നമ്മൾ വന്ന് ജനിച്ചു എന്നുള്ളൊരു കൗതുകം ഉറപ്പായിട്ടും ആൾക്കാർക്കുണ്ടാവും. യാ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ഇറ്റ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡു കമൻറ്റ്. നിങ്ങൾ വുമൻസ് ഡേയിൽ ജനിച്ച ആൾക്കാരാണ്, പുരുഷന്മാരാണ്, സ്ത്രീകൾക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഡേയിൽ ജനിച്ച ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ്. ദാറ്റ്സ് ആൻ ഓപ്പൺ ടോപ്പിക് ഗൈസ്. സോ യാ, വൺസ് അഗെയിൻ happy Women's Day to all the wonderful women out there. You guys are amazing. Thank you. Mwah.